വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ LGSന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് നോക്കണത്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഏത് സമ്മേളനമാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വിവിധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി. ഇദ്ദേഹം ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? തിലകൻ, അദ്ദേഹം തീവ്രവാദിയായിരുന്നു അല്ലെ, അപ്പൊ മിതവാദി നേതാവല്ല. അടുത്തത്, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഭരണഘടനയുടെ ആമുഖത്തില് പരമാധികാരം, സ്ഥിതി സമത്വം, റിപ്പബ്ലിക് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മൗലികാവകാശം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അടുത്ത നോക്കൂ, കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയത് ഏത് സംഭവമാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണെന്ന് ഓർത്തുവെക്കാം. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് ആഹ്വാനം ചെയ്തത് ഏത് സാമൂഹിക പരിഷ്കർത്താവാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ തോമസ് ഹാർവേ ബാബർ ആണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അപ്പൊ അതില് ഉള്ള കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നോക്കണ്ട, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് പഠിച്ചോളോ. ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ആരാണ്? സൗമൻ സെൻ. ഇദ്ദേഹമാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. അടുത്തത്, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? VP മേനോനാണ്. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളി അംഗം ആരാണ്? സർദാർ KM പണിക്കരാണ്. റൂർക്കേല ഇരുമ്പുരുക്കു വ്യവസായശാലയ്ക്ക് സഹായം നൽകിയത് ആരാണ്? ജർമ്മനിയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? മംഗൾയാൻ എന്നാണ്. 2024 G20 ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2024 ബ്രസീലിൽ നടന്നു. അടുത്തത്, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ എന്നാണ്. അടുത്ത ചോദ്യം, ഹിമാലയൻ പർവ്വതനിരയെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? അത് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഹിമാലയത്തിലെ ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി, പഠിച്ചിട്ടുണ്ട് അല്ലെ. അടുത്തത്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു. ശരിയാണ് ട്ടോ. അപ്പൊ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലാണോ സ്ഥിതി ചെയ്യുന്നത്? അല്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ തെറ്റാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ
അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറയണേ. ഏതാണ് ശരിയായത്? 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു, ശരിയാണ്. ബംഗ്ലാദേശുമായി കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു, ശരിയാണ്. അഫ്ഗാനിസ്ഥാനുമായി കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു, ശരിയാണ്. അപ്പൊ ഒക്കെ ശരിയാണ് അല്ലെ. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റ് ഏതെന്നാണ് പറയണേ. ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്, ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാണ്ടൽ തീരസമതലം, തെറ്റാണ്. സുന്ദരവനം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം, ശരിയാണ്. അപ്പൊ ഏതാണ് തെറ്റ്? 2 മാത്രമാണ് തെറ്റായിട്ട് പറയണേ. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് പറയാനാ പറയണേ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഇന്ത്യയുടെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. ദേശീയ ഗാനമാണ് ജനഗണമന, അല്ലെ. അടുത്തത്, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? അയോധ്യ നഗരം സരയൂ നദീ തീരത്താണ്, ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്, ശരിയാണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദീ തീരത്താണ്, ശരിയാണ്. 29 ആൻസർ 3 ശരിയാണ് എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ, ശരിയാണ്. കേരളത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. അപ്പൊ അത് തെറ്റല്ലേ? ഉയരം കൂടുതലുള്ള സ്ഥലം അഗസ്ത്യാർകൂടല്ലോ, രണ്ടാമത്തെ അല്ലേ. കേരളത്തിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്, അതും ശരിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമാണ് ഏത്? കുട്ടനാട്. ഇനി കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താനാണ് പറയുന്നത്. നോക്കൂ, കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ്, തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്, ശരിയാണ്. അപ്പൊ 31 ക്ലിയർ ആയില്ലേ? അടുത്തത് 32ാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ്, ശരിയാണ്. ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്, തെറ്റാണ്. വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു, ശരിയാണ്. അടുത്ത ചോദ്യം 33. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറയണേ. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം അല്ല. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്, ശരി. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം, ശരി. ഇതൊക്കെ ടീച്ചർ ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളതാണ്, പിന്നെ ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല കേട്ടോ. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഏതാണ് ശരിയായത്? നീണ്ടകര കൊല്ലം ജില്ലയിലല്ലേ, അപ്പൊ അത് തെറ്റല്ലേ? ഇനി അടുത്തത് അഴീക്കൽ കണ്ണൂരാണ്, ശരിയാണ്. പൊന്നാനി മലപ്പുറാണ്, അത് ശരിയാണ്. കായംകുളം എവിടെയാണ്? ആലപ്പുഴയിലെ, അപ്പൊ അതും തെറ്റാണ് അല്ലെ. ഇനി 35ാമത്തെ ചോദ്യം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏത്? കേരളത്തിലെ വൈദ്യുതോൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ്, ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്, ശരിയാണ്. കേരളത്തിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്, ശരിയാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഏതാണ്? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ ഇനിയിപ്പോ കൂടുതൽ പറയേണ്ട കാര്യമൊന്നും ഇല്ല അല്ലെ. കരിമ്പുഴ മലപ്പുറാണ്. കരിമ്പുഴ എവിടെയാണ്? കരിമ്പുഴ മലപ്പുറാണ്. അടുത്ത ചിമ്മിനി എവിടെയാ? ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ്. ചെന്തരുണി കൊല്ലം ജില്ലയിലാണ്. ചൂളന്നൂർ എവിടെയാണ്? ചൂളന്നൂര് പാലക്കാടാണ്. അപ്പോ 2 ശരിയുള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. 37ാമത്തെ സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റേതാന്ന് പറയാനാ പറഞ്ഞേക്കണേ. തെറ്റേതാണ്? നോക്കൂ, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു അല്ലെ. അത് ശരിയാണ് അല്ലെ. ഇനി അടുത്തത് നോക്കൂ. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശം നിശബ്ദ താഴ്വര പറയുന്നു, ശരിയാണ്. ഇത് മലപ്പുറം ജില്ലയിലാണോ മക്കളെ? സൈലന്റ് വാലി പാലക്കാടല്ലേ, അപ്പൊ അതല്ലേ തെറ്റ്? ശരി കേട്ടോ. ഇനി 38 നോക്കൂ. കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്താൻ. കായിക കേരളത്തിന്റെ പിതാവ് ഗോവിന്ദവർമ്മ രാജ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത PT ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ ജിമ്മി ജോർജോ, ഒക്കെ ശരിയാട്ടോ.
അപ്പോ 38 എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. 39ാമത്തെ ചോദ്യം നോക്കൂ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറയണേ. കേരള നിയമസഭ 92-ൽ പഞ്ചായത്തി രാജ് നിയമം പാസാക്കി, തെറ്റ്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട്, ശരി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? ഇതില് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് എന്നാണ് പറയണേ, അത് തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആര് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. ഞാൻ PDF ടെലഗ്രാമിൽ തന്നിട്ടുമുണ്ട്, ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതൊന്ന് കമന്റ് ചെയ്തോളോട്ടോ. അപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കാര്യം പഞ്ചായത്തി രാജ് നിയമം അല്ലെ നിലവിൽ വന്നത് എന്നാണ്? അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ പറയാണ് 1993 അല്ലെ മുനിസിപ്പാലിറ്റിയും വന്നു. എന്നാൽ കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് എന്നാണ്? നിലവിൽ വന്നത് 94 ഏപ്രിൽ 24-ലാണ്. 94 ഏപ്രിൽ 24-നാണ് കേട്ടോ. അപ്പോ ഇത്രയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരിക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് കണ്ടെത്താനാ പറയണേ 40-ല് കേട്ടോ. എന്താണ് ചോദ്യം? ഇതില് തെറ്റായത് കേരള സ്പീക്കർ ആരാണ്? ഇതിലൊക്കെ തെറ്റ് തന്നെയാണ്, അതൊക്കെ നമ്മളിപ്പോ പറയാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ അല്ലെ. ഇനി ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ മക്കളെ, കേരള ഹൈക്കോടതി ഇവിടെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന്? സൗമൻ സെൻ. ആരാണെന്നാ പറഞ്ഞേ? സൗമൻ സെൻ. കേരള ഗവർണർ ആരാണ്? ആരാണ് നമ്മുടെ ഗവർണർ? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ അല്ലെ. ആർലേക്കർ അദ്ദേഹമാണ് ഗവർണർ. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരൂ. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തിക്കോളോന്നാ പറഞ്ഞേക്കണേ. ഇത് PSC ഡിലീറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അറിയില്ല. കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത സ്ഥിതി ചെയ്യണ. ചാൻസലർ മല്ലിക സാരാഭായി തന്നെയാണ്. വള്ളത്തോൾ നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്നൊക്കെയാണ് രൂപം കൊടുത്തത്. അപ്പൊ ശരിക്കും എല്ലാം ശരിയാണ്. എന്തുകൊണ്ട് PSC ഡിലീറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ടീച്ചർക്ക് ഉത്തരമില്ല. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാ പറഞ്ഞേക്കണേ. ഇതിൽ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് 3 അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോന്നും അങ്ങോട്ട് പഠിക്കുക. അതായത് 2070 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം പഠിക്കുക. അതായത് 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ള. 2025 ടീച്ചർ പറയണേ എല്ലാം KG ശങ്കരപിള്ള. ആരാണ്? KG ശങ്കരപിള്ളയാണ് ഓർക്കുക. ഇനി അടുത്തത് എന്താ? വയലാർ അവാർഡ് 2025 E സന്തോഷ് കുമാർ നേടി. ആരാണ്? E സന്തോഷ് കുമാർ ആണ് നേടിയത്. അത് ക്ലിയർ ആയല്ലോ. ഇനി 2025 ഓടക്കുഴൽ ആരാ നേടിയെന്ന് നോക്കിയ? EP രാജഗോപാലൻ. അപ്പൊ ഇത്രയും പഠിക്കാട്ടോ. തെറ്റായിട്ട് പഠിക്കേണ്ട 2025 മാത്രം പഠിച്ചാൽ മതി. അടുത്ത ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്താനാ പറയണേ. എന്താണ് ചന്ദ്രയാൻ 3 സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന നോക്കുക. ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു, ശരിയാണ്. ISRO ചെയർമാൻ മോഹൻ കുമാർ ആ സമയത്ത്, അത് ISRO ചെയർമാൻ മോഹൻ കുമാർ ആയിരുന്ന? അല്ല, ഡോക്ടർ S സോമനാഥ് ആയിരുന്നു അല്ലെ. ഡോക്ടർ S സോമനാഥ്. അപ്പൊ ശരിയായിട്ടുള്ളത് അപ്പൊ തെറ്റാ. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം, ശരിയാണ്. ചന്ദ്രയാൻ 3യുടെ മൊത്തം ചെലവ് 605 കോടി രൂപ. അപ്പൊ ഇതൊക്കെ ശരിയാട്ടോ മക്കളെ. ഇനി അടുത്ത കേരളത്തിന്റെ തനതായ നൃത്ത രൂപം ഏതാണ്? മോഹിനിയാട്ടാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അടുത്ത ചോദ്യം എന്താണ്? അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ്? ആരുടെയാണ് അമ്മ എന്ന നോവൽ? മാക്സിം ഗോർക്കിയുടെയാണ് അമ്മ എന്ന നോവൽ. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി, ഇപ്പോഴത്തെ ഈ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് ആണ്. ആരാണ്? പർവതനേനി ഹരീഷ്. അപ്പൊ ഇത് പഠിച്ചാൽ മതി, വേറെ കൂടുതലൊന്നും പഠിക്കണ്ട. ദേശീയ തലത്തിലും ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയാൻ രൂപം കൊടുത്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേര്
ലോക്പാൽ എന്നാണ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇവിടെ ചോദിച്ചേക്കണം. നമ്മൾ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പഠിക്കുക. ആരാണ്? 53ാമത്തേതാണ് സൂര്യകാന്ത് ആണ്. ആരാണ്? സൂര്യകാന്ത് ആണ് ട്ടോ. ക്ലിയർ ആയില്ലേ? ആരാ? സൂര്യകാന്ത് ആണ്. അത് ഓർത്തു വെക്കാട്ടോ. മറ്റേത് ചന്ദ്രചൂഡാണ്. പക്ഷെ എന്താ പറയാ, അതിപ്പോ ആവശ്യമില്ലല്ലോ. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലൈസൻസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ആര് എന്നാണ് ചോദ്യം. 49. അത് ഡിലീറ്റ് ചെയ്തു. PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ, അതായത് ചില കാര്യങ്ങൾ ഇപ്പോ എന്തുകൊണ്ടാ ഡിലീറ്റ് ചെയ്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് യാതൊരുവിധ ചില കാര്യങ്ങളിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല മക്കള്. അതായത് എന്താ വെച്ചാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് PSCയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ സിദ്ധാന്തങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് വേണമെങ്കിൽ പറഞ്ഞോളൂ, ടീച്ചർ ക്ലാസ് ഇടാം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്താന്ന് ചോദിച്ചാൽ ഹോക്കിയാണ്. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROന്റെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? നേതൃത്വം നൽകിയത് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ് കേട്ടോ. അടുത്തത് 2023 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ക്ലോഡിയ ഗാർഡിൻ. മക്കളെ ഇത് നമ്മള് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും നോബൽ പ്രൈസിന്റെ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. കാൽസ്യം ഫോസ്ഫേറ്റ്. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് എന്നുള്ളതാണ് ചോദ്യം. വിജാഗിരി സന്ധിയാണ് കേട്ടോ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം ഏതാണ്? ട്രക്കിയയാണ്. ഏത് ഭാഗമാണ്? ട്രക്കിയയിലാണ് കാണപ്പെടുന്നത്. അടുത്തത് ജീവി ശാസ്ത്രനാമം അല്ലെ. പൂച്ച ഏതാണ്? 1 ശരിയാണ്. അടുത്തത് കാക്ക, കാർവേസ് സ്പ്ലെൻഡസ്. അത് 2ആണ് ശരിയായിട്ടുള്ള ജോഡികൾ ഉള്ളത്. ഇത് രണ്ടും കാനിസ് ഫെമിലിയാരിസ് ആണ്. അപ്പൊ അത് 2ഉം തെറ്റാണ്. മയില് പാവോ ഏതാണ്? ക്രിസ്റ്റാറ്റസ് ആണ് അല്ലെ. അടുത്തത് നോക്കൂ, ജീവികള് 57 ജീവികളെ പറയാണ്. പാറ്റയുടെ ഹൃദയത്തിന് എത്ര അറിയാം? പാറ്റയുടെ ഹൃദയത്തിന് 3 അറയുണ്ട് പാറ്റയുടെ ഹൃദയത്തിന്. അടുത്തത് പല്ലിയുടെ ഹൃദയത്തിന് എത്ര അറിയാളെ? 4 അറയുണ്ട്. അടുത്തത് പക്ഷിയുടെ ഹൃദയത്തിന് എത്ര അറിയാളെ? 1 അറയുള്ളൂ പക്ഷിയുടെ ഹൃദയം അല്ലെ. സോറി തെറ്റിയില്ലേ. ഒന്നും കൂടെ കേട്ടോ. സോറി കേട്ടോ മക്കളെ, നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. പാറ്റയുടെ ഹൃദയത്തിന് എന്താണ്? എത്ര അറയുണ്ട് പാറ്റയുടെ ഹൃദയം? പാറ്റയുടെ ഹൃദയം ഇതിലെ ശരിയായിട്ടുള്ള ജോഡി A3 ആണ്. പാറ്റയുടെ ഹൃദയത്തിന് 13 കേട്ടോ. A3 ആണ് ഉത്തരം. അതുപോലെ B4 ആണ്. B4. അപ്പൊ പല്ലിയുടെ 3 ആണ്. പല്ലി 3 ആണ്. അടുത്തത് പക്ഷി C1 ആണ്. പക്ഷിക്ക് 4 ആണ്. അടുത്തത് മത്സ്യം D2 ആണ്. D2 എന്ന് പറയുമ്പോൾ മത്സ്യത്തിന് 2 കേട്ടോ. സോറി കേട്ടോ മക്കളെ, ഇത് ശ്രദ്ധിച്ചോളൂ. പാറ്റ 13 കേട്ടോ. പാറ്റയ്ക്ക് എത്രയാണ്? 13. പാറ്റയുടെ ഹൃദയത്തിന് 13. പാറ്റ എത്രയാണ്? പാറ്റ ആൻസർ 13. അടുത്ത പല്ലി നോക്കിയേ. പല്ലിയുടെ എത്രയാണ് പറഞ്ഞേ? പല്ലിയുടെ 3 അല്ലെ. പല്ലിയുടെ 3. അടുത്തത് പക്ഷിക്ക് എത്രയാന്നാ പറഞ്ഞേ? പക്ഷിക്ക് 4. അടുത്ത മത്സ്യത്തിന് എത്രയാന്നാ പറഞ്ഞേ? മത്സ്യത്തിന് എത്രയാണ്? മത്സ്യത്തിന് 2 ആണ് കേട്ടോ. മത്സ്യത്തിന് 2. അപ്പൊ അത്രയും പഠിക്കുക. അടുത്തത് 58ാമത്തെ ചോദ്യം എന്താണ്? 58. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ്? 2023 തീമാണ് കേട്ടോ. അത് 2023 തീമാണത്. അടുത്ത ചോദ്യം, സങ്കരയിനം തക്കാളി ഏതാണ്? സങ്കരയിനം തക്കാളി തക്കാളി അല്ലാത്തത് ഏതാണ്? അല്ലെ. ഹരിത. ഏതാണ് തക്കാളി അല്ലാത്തത്? ഹരിത. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം. ന്യൂട്ടൺ ആണ് കേട്ടോ ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്. അടുത്ത 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയാണെന്നറിയാമോ? 4 ഡയോപ്റ്റർ ആണ്. 4 ഡയോപ്റ്റർ കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്?
റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിംഗ് പോലുള്ള കാർബണിന്റെ ഐസോട്ടോപ്പ് ഏത് എന്നാണ് ചോദിച്ചത്. കാർബണിന്റെ ഐസോട്ടോപ്പുകൾ കാർബൺ 12, കാർബൺ 13, കാർബൺ 14 തുടങ്ങിയവയാണ് അല്ലെ. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കാർബൺ 14 ആണ്. പക്ഷെ ഇവിടെ PSC ഡിലീറ്റ് ചെയ്തേക്കാണ്. എന്താന്ന് ചോദിച്ചാൽ അറിയില്ല. ഒരു കുതിര ശക്തി എത്ര വാട്ടാണ് എന്നാ ചോദിച്ചിക്കണേ. 746 വാട്ടാണ്. 46 കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനൊക്കെയുള്ള സാധ്യത ഉണ്ട് അല്ലെ. ഹൈഡ്രജൻ ആരെ കണ്ടുപിടിച്ച? ഹെൻറി കാവൻഡിഷ് കണ്ടുപിടിച്ചു അല്ലെ. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായൺ. ഡോക്ടർ വി നാരായൺ. എത്രയധികം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ അതില്. ഇനി ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള റോവറിന്റെ പേര് എന്ത് എന്നുള്ളതാണ്. പ്രഗ്യാൻ അല്ലെ റോവർ. അടുത്തത് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്ത്? ഏതാണ് ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? അമൃതം ആരോഗ്യം എന്നാണ്. അടുത്തത് എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത്. ഏതാണ് ശരിയായിട്ടുള്ള ജോഡികള്? 68 ക്ഷയവും ചിക്കൻ ബോക്സും. ഏതാണ്? ക്ഷയവും ചിക്കൻ ബോക്സുമാണ് കേട്ടോ. അടുത്തത് സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വൈറ്റമിന്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? വൈറ്റമിൻ എയുടെ അഭാവം മൂലമാണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ്? 2014 നവംബർ 9-നാണ്. അടുത്തത് ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ ഏത് അവയവത്തെയാ ബാധിക്കണേന്ന് അറിയാത്തവരുണ്ടാവില്ല അല്ലെ. ഗ്ലോക്കോമ ഏതിനെ ബാധിക്കണേ? കണ്ണിനെ ബാധിക്കണതാണ് അല്ലെ. അടുത്തത് നോക്കുവോ. 72ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ MS സ്വാമിനാഥൻ എന്ന് അന്തരിച്ച്? 2023 സെപ്റ്റംബർ 28-ന് അദ്ദേഹം അന്തരിച്ചു. ചുവടെ തന്നിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതാണ്? എലിപ്പനി ആണ്. താഴെ പറയുന്നവയിൽ ജീവിത ശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? മലേറിയയാണ്. അടുത്ത ചോദ്യം. മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാർ പുനരധിവാസ പദ്ധതിയുടെ പേര് സ്നേഹക്കൂട് എന്നാണ്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശ്വാസകോശ രോഗം അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കണേ. അപ്പൊ നമുക്ക് അറിയാം. അതായത് എന്താ പറയാ, ആസ്മ, അതൊക്കെ നെഫ്രൈറ്റിസ് വൃക്കയ്ക്ക് ഉണ്ടാകുന്നതാണ് അല്ലെ. അപ്പൊ അതാണ്. ഇനി 78ാമത്തെ ചോദ്യം എന്താണ്? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് മാതൃജ്യോതി. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ് ഏറ്റവും വലിയ അവയവം. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കണേ. ഏതാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് മനസ്സിലാക്കുക. ഏതാണ്? അതായത് ക്ഷയം ബാക്ടീരിയ, അതുപോലെ തന്നെ നിപ്പ വൈറസ്, അത് രണ്ടുമാണ് ശരിയായിട്ടുള്ള ജോഡികൾ. അപ്പൊ 80 ഉണ്ടായി അല്ലെ. ഇതിൽ ചിലത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു. കുറെ അധികം കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഭംഗിയായിട്ട് പഠിച്ച് എടുക്കുക കേട്ടോ ക്വസ്റ്റ്യൻസ്. ഇതിൽ ഇപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു കുറെ അധികം ക്വസ്റ്റ്യൻസ്, ഒരു 60ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ഒരു 10-20 ക്വസ്റ്റ്യൻ ആണ് കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ. അതായത് ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുന്ന കുട്ടികളും ആദ്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാട്ടോ.